ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഡെയിലി വ്ളോഗ് വീണ്ടും ഇടുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ മുറിയിലിരിക്കുന്ന എൻ്റെ ചെടിയും കുടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് ക്ലീനിങ് പരിപാടിയാണ്. മൊത്തത്തിൽ മെസ്സായി കിടക്കുന്ന എൻ്റെ ടേബിളാണ്. ക്രാഫ്റ്റ് ചെയ്താലും ഹാമ്പർ വർക്ക്സ് ചെയ്താലും ഞാനത് ഇങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. എനിക്ക് മടിയാണ് ഗൈസ്. വേഗം നമുക്കിതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പാക്കിങ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. ഇതൊക്കെയാണ് എൻ്റെ ആക്ര സാധനങ്ങൾ. എൻ്റെ ക്രാഫ്റ്റിൻ്റെയും എൻ്റെ പെയിൻറ്റിങ്, കുറേ പെൻസിൽ, പേന, അങ്ങനത്തെ കുറേ സാധനങ്ങൾ റാക്കിലുണ്ട്. റാക്കൊക്കെ മൊത്തം അലമ്പായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ തിരിച്ച് പാക്കിങ്ങിലോട്ട് വരണം. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായി. ഇനി അതൊക്കെ കട്ട് ചെയ്ത് കൃത്യമായിട്ട് ആരുടെയൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് പാക്കൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു A4 സൈസ് ഫ്രെയിമും കൊടുക്കാനുണ്ടായിരുന്നു, 2 മിനി ഫ്രെയിംസും, പിന്നെ കുറച്ച് പോളറോയിഡ്സും ആണ് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വേണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മുടെ മുറി മെസ്സാകുമല്ലോ. ആ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പുറത്തേക്ക് പോകാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരും. അപ്പോൾ നമുക്ക് വേഗം ഇതൊക്കെ പാക്ക് ചെയ്യാം. അപ്പം നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. A4 ഫ്രെയിമിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. പിന്നെ എന്തെല്ലാം ബോയിൽ കേട്ട് സെറ്റാക്കി വെച്ചു. നമുക്കിന്ന് ടൊമാറ്റോ റൈസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ച് പുറത്തു നോക്കിയപ്പോൾ നല്ല വെയിലാണ്. വെയിലൊക്കെ താറിയിട്ടാണ് നമ്മളിന്ന് പുറത്തു പോകുന്നത്. എപ്പോഴും ബീച്ചിലാണ് പോകുന്നത്. സെയിം ആസ് യൂഷ്വൽ നമ്മൾ ഇന്നും ബീച്ചിൽ തന്നെയാണ് പോകുന്നത്. അതിനുവേണ്ടി റെഡിയായി നിൽക്കുവാണ് ഞാൻ. അപ്പോൾ അവൾ വന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. എല്ലാ സൺഡേ ഈവനിങ്ങും അല്ലെങ്കിൽ നല്ല വിശേഷപ്പെട്ട ദിവസത്തിൻ്റെയൊക്കെ വൈകുന്നേരം ബീച്ചിൽ പോയില്ലെങ്കിൽ എന്തോ ആണ്. അപ്പം അങ്ങനെ സൂര്യനൊക്കെ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നമ്മളും വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കസിൻ്റെ വീട്ടിലൊക്കെ പോയി പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു. ടാറ്റ ബൈ.